നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച INDAA എന്ന മുന്നണി, ആ മുന്നണി രൂപീകരിച്ച കാലം തൊട്ട് തന്നെ അതിനുള്ളിലുള്ള തർക്കങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ആ തർക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതാവട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളിലൊന്നായ തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയും ബംഗാളിന്റെ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് പുതിയ ആരോപണങ്ങളുമായി അല്ലെങ്കിൽ പുതിയ പ്രശ്നങ്ങളുമായി INDAA എന്ന മുന്നണിയെ കലാപകലുഷിതമാക്കുന്നത്. നിലവിൽ ഈ മമതാ ബാനർജിയുമായി നേരിട്ട് ഒരു ഏറ്റുമുട്ടലിലേക്ക് കൂടി കോൺഗ്രസ് കടക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ അധിർ രഞ്ജൻ ചൗധരി ഇപ്പോൾ മമതാ ബാനർജിയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. മമതാ ബാനർജിയുടെ ഔദാര്യം ബംഗാളിൽ കോൺഗ്രസിന് വേണ്ട എന്നാണ് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുന്നത്. കാരണം കൂടുതൽ സീറ്റുകൾ അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പശ്ചിമ ബംഗാളിലും രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ ഉത്തർപ്രദേശിലും ബീഹാറിലും എല്ലാം തന്നെ കോൺഗ്രസ് ഇത്തരത്തിൽ കൂടുതൽ സീറ്റ് ആരോപിച്ചു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ സഖ്യകക്ഷികളുമായി വലിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലും ഇതേ തന്ത്രം തന്നെ, അതായത് തങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണം എന്നുള്ള ഒരു അവകാശവാദം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതിന് തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ മമതാ ബാനർജി പറഞ്ഞ മറുപടി എന്തെന്നാൽ, നിലവിൽ രാജ്യത്ത് BJPയെ ചെറുക്കാൻ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ BJPയെ ചെറുക്കാൻ തൃണമൂൽ കോൺഗ്രസിന് മാത്രമേ ശേഷിയുള്ളൂ. അതിനുവേണ്ടി കോൺഗ്രസ് മുന്നോട്ട് വരേണ്ടതില്ല എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ മമതാ ബാനർജിയെ നിരുപാധികം പിന്തുണച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം INDAA എന്ന മുന്നണി തുടങ്ങിയ സമയത്ത് തന്നെ മമതാ ബാനർജിയുടെയും കെജ്രിവാളിന്റെയും നേതൃത്വത്തിൽ ഒരു കുറു മുന്നണി ഇതിനുള്ളിൽ തന്നെ രൂപപ്പെട്ടിരുന്നു. മമതാ ബാനർജി പറയുന്ന എല്ലാ പരാമർശങ്ങളെയും പിന്തുണയ്ക്കുക എന്നത് മാത്രമാണ് കെജ്രിവാളിന്റെ INDAA എന്ന സഖ്യത്തിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അത് ഇത്തവണയും അവർ കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുറു മുന്നണി ഇനി എങ്ങോട്ട് നീങ്ങും, അല്ലെങ്കിൽ INDAA സഖ്യത്തെ ഇത് എങ്ങനെ എന്നുള്ള ചോദ്യം ബാക്കിയാണ്. നിലവിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ വലിയ ശക്തമായ വിമർശനം തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. തങ്ങൾക്ക് ആരുടെയും ഔദാര്യം വേണ്ട എന്ന് കോൺഗ്രസ് പറയുമ്പോൾ തീർച്ചയായും അവിടുത്തെ സീറ്റ് വിഭജനം അല്ലെങ്കിൽ സഖ്യ സമവാക്യം എന്തായിരിക്കും എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. INDAA എന്ന സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനത്ത് നിതീഷ് കുമാർ വേണ്ട എന്ന പരാമർശം കൂടി മമതാ ബാനർജി മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കറിയാം നിലവിൽ ഇപ്പോൾ ഈ നിതീഷ് കുമാർ ആയിരിക്കണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം ആദ്യമേ തന്നെ വന്നിരുന്നു. അതിനുശേഷമാണ് മമതാ ബാനർജി പറഞ്ഞത് മല്ലികാർജുൻ ഖാർഗെ ആവട്ടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന്. ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസും TMCയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.